ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് മമ്മൂട്ടിയുടെ ഒരു ഡ്രോയിങ് ആണ്. അപ്പോൾ നമ്മൾ പാർട്ട് 1 ആയിട്ട് ചെയ്യുന്ന ഔട്ട്ലൈൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതും ഒരാൾ ചോദിച്ചൊരു ഡ്രോയിങ് ആയിരുന്നു. ഈ ഒരു സിനിമയ്ക്കകത്ത് കണ്ണൂർ സ്ക്വാഡ് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഒരു ഡ്രോയിങ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർ വരയ്ക്കാൻ വേണ്ടി കമൻറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പം അതൊക്കെ ഓരോ ദിവസമായിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾ ഓരോ ഡ്രോയിങ് നമുക്ക് ചെയ്തു പോകാനുള്ളൊരു സമയം കിട്ടിയാൽ മാത്രം മതി, കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ, അതായത് ഗൈഡ്ലൈൻസ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയത്തില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് അതുപോലെ വരച്ചാൽ മതി. പിന്നെ ഡ്രോയിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റായിട്ട് മെസ്സേജായിട്ട് ചോദിക്കാം. മെസ്സേജായിട്ട് എന്നോട് ചോദിക്കണമെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്. അതുവഴി വന്നിട്ട് നിങ്ങൾക്ക് മെസ്സേജായിട്ട് ചോദിക്കാം. ഇല്ലെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിതിൽ വരച്ച് തുടങ്ങുന്ന കണ്ണാടിയുടെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കണ്ണിൻ്റെ ഭാഗം അങ്ങനെ കാണുന്നില്ല. അപ്പോൾ നമുക്ക് കണ്ണാടിയുടെ ഭാഗമാണ് വരയ്ക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഭാഗമാണ് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളെങ്കിൽ ആ ഒരു ഭാഗം തന്നെ ആദ്യം വരയ്ക്കുക. ഞാൻ മിക്ക പിടിക്കാൻ പറയുന്നൊരു കാര്യം തന്നെയാണ്. അപ്പം നമ്മൾ ഈ ഒരു ഭാഗം തന്നെയാണ് വരച്ച് തുടങ്ങാൻ പോകുന്നത്. പിന്നെ ഇതിൽ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ഫുള്ളായിട്ടും പിന്നെ ഡ്രസ്സിൻ്റെ കുറച്ച് ഭാഗം, അതായത് ഷർട്ടിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് ചെയ്യാനുണ്ട്. അപ്പം ബുദ്ധിമുട്ടൊന്നുമില്ല, വലിയ ബുദ്ധിമുട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഡ്രോയിങ് തന്നെയാണിത്. അപ്പോൾ നിങ്ങൾ ഇവിടെ സ്കിപ്പ് ചെയ്യുക, ഫുള്ളായിട്ട് കണ്ടിട്ട് ഓരോ കോളത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ കോളം നോക്കിയിട്ട് ചെയ്ത് പോയാൽ മതി. നിങ്ങൾ ഈ ഒരു കണ്ണാടി വരയ്ക്കുവാണെങ്കിൽ ആ ഒരു കണ്ണാടി വരുന്ന ഏത് കോളത്തിലെങ്കിൽ ആ ഒരു കോളം എണ്ണിയെടുത്തിട്ട് കറക്റ്റായിട്ട് എണ്ണിയെടുത്തിട്ട് തെറ്റിപ്പോകേണ്ട ആ ഒരു കോളത്തിൽ തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. കാരണം നമ്മളൊരു കോളം മാറിയാണ് വരയ്ക്കുന്നതെങ്കിൽ നമുക്ക് ഔട്ട്ലൈൻ മൊത്തം തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ റെഫറൻസ് ഇമേജിൽ കാണുന്ന കോളംസും ഈ നമ്മൾ വരയ്ക്കുന്നത് പേപ്പറിലെ കോളംസും ഒരുപോലെ തന്നെ നോക്കിയിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ വരയ്ക്കുമ്പം HB പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക് തെറ്റിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. പ്രിൻ്റ് മെത്തേഡാണ് പോലും നമുക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മായ്ച്ചിട്ട് വരയ്ക്കാൻ എളുപ്പം ഏറ്റവും ലൈറ്റായിട്ടുള്ള പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുമ്പോഴായിരിക്കും. അതുകൊണ്ട് തന്നെ HB പെൻസിൽ യൂസ് ചെയ്യുക. ഞാൻ മിക്കതും പറയുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾ ഗൈഡ്ലൈൻസ് വരയ്ക്കുവാണെങ്കിലും HB പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ഇത് വരച്ചിരിക്കുന്നത് 2B പെൻസിൽ വെച്ചാണ്. കാരണം അത് നിങ്ങൾക്ക് ഇച്ചിരി കാണാൻ വേണ്ടി, ഇച്ചിരി തെളിച്ചത് കാണാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ 2B പെൻസിൽ ഉപയോഗിച്ച് ഗൈഡ്ലൈൻസ് വരച്ചേക്കുന്നത്.
അപ്പോൾ നമ്മുടെ ഡ്രോയിങ് ഈ ഒരു പാർട്ട് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം വലിയ താമസിക്കാൻ നമുക്ക് ഇതിൻ്റെ പാർട്ട് 2 ചെയ്യാം. ഞാനിപ്പോൾ എല്ലാ ദിവസവും തന്നെ വീഡിയോ ഇടാറുണ്ട്. അപ്പോൾ മാക്സിമം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പാർട്ട് 2 ചെയ്യാം.